ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വണക്കം ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല അപ്പം സംഭവം കണ്ട് അത്യാവശ്യമൊക്കെ ഇരുന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് മുന്നോട്ട് പോകാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം ഹൃത്തിക് റോഷൻ നായനായിട്ടുള്ള പുതിയ ചിത്രമാണ് ഫൈറ്റർ സിദ്ധാർത്ഥാനന്ദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ വാറ് പത്താനൊക്കെ സംവിധാനം ചെയ്ത സെയിം ആൾ തന്നെയാണ് അപ്പം സിനിമയുടെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അതുപോലെ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഫൈറ്റർ ദീപിക പത്കോനാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തുന്നത് ഈ ചിത്രത്തിൻ്റെ ടീസറൊക്കെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ടീസർ സമ്മിശ്ര പ്രതികരണമായിരുന്നു ആർക്കും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല കാരണം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതായിട്ടൊന്നും പ്രത്യേകിച്ച് ടീസറില്ല നോർമൽ ടീസർ പോലെ എന്നൊക്കെ പറയാം വലിയ നമുക്ക് ഹൈപ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ടീസർ ആയിരുന്നില്ല എന്തായാലും ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം फाइटर वो नहीं है जो अपना टारगेट अचीव करता है वो है जो उन्हें ठोक देता है आप सब इंडियन एयरफोर्स के टॉप एविएटर्स हो इसलिए आप सबको हैंड पिक करके हमने एक क्विक रिस्पांस टीम बनाई है एक दूसरे को जानो बॉन्ड विद ईच अदर जंग में इंटरपर्सनल रिश्ते ही काम आएंगे What the hell? Caught you, Minnie. Arrogant. Confident. चलो तुम्हें जम्मू घुमाती हूँ। क्यों तुम्हारा एक्स यहाँ से था? नहीं, पर शायद नेक्स्ट यहाँ से हो। Deadliest terror attack on Indian forces. हमले में हमारे देश ने 40 से ज्यादा जवानों को खो दिया। बॉम्ब ब्लास्ट 26/11 और अब पुलवामा पिछले 50 सालों में किसी सरकार ने उनकी इन हरकतों का मुंह तोड़ जवाब नहीं दिया लेकिन अब बस उन्हें दिखाना पड़ेगा कि बाप कौन है हम पीओके एंटर कर रहे हैं मिशन इज अ गो फंस गए हिंदुस्तानी ईट का जवाब पत्थर से देने आए हो नहीं धोखे का जवाब इनकमिंग मिसाइल बदले से हमने सुसाइड अटैक किया उन्होंने एयर स्ट्राइक 4 F-16 पाकिस्तान से श्रीनगर की तरफ बढ़ रहे हैं। अब टेरर अटैक नहीं जंग होगी दुनिया में मिल जाएंगे आशिक कई तो मेरी खुशी के लिए तुमने मुझे रुलाने का फैसला लिया है। पर वतन से हसी सनम नहीं होता हर बार तुम्हारी ईगो की कीमत ये फोर्स चुकाता है लेकिन इस बार उसकी कीमत तुम भी चुकाओगे हीरो में सिमट कर सोने से लिपट कर मरते हैं कई ये मेरी टीम है सर और उन्हें मेरी जरूरत है पर तिरंगे से खूबसूरत कफन नहीं होता जय हिंद पीओके का मतलब है पाकिस्तान ऑक्यूपाइड कश्मीर तुमने ऑक्यूपाई किया है मालिक हम हैं तो जैसे टेररिस्ट की वजह से अगर हम बदतमीजी पे उतर आए तो तुम्हारा हर मोहल्ला आईओपी बन जाएगा इंडिया ऑक्यूपाइड पाकिस्तान जय हिंद നല്ല കിടുക്കൻ ട്രെയിലർ എന്തായാലും ടീസറിനെ അപേക്ഷിച്ച് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് സിനിമ ചെന്ന് കാണാൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കുറച്ചും കൂടെ കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ട്രെയിലർ കണ്ടിട്ട് ഹൃത്തിക് റോഷനൊക്കെ എന്നാ ലുക്ക് ഒരു രക്ഷയില്ല ഇങ്ങനെ ഒരു വേറെ ലെവലാണ് ഈ ഖാൻമാർ കഴിഞ്ഞാൽ ഏറ്റവും ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഹൃത്തിക് റോഷൻ ഡാൻസ് ലുക്കിന് ലുക്ക് അഭിനയത്തിന് അഭിനയം ഫൈറ്റിന് ഫൈറ്റ് എല്ലാം കൂടെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് നല്ല രീതിയിൽ അഭിനയിക്കുകയും ചെയ്യും ഡാൻസ് ചെയ്യും അങ്ങനെ ഫൈറ്റ് എന്തോ ഒരു വേറെ ലെവലാണ് പക്ഷേ എന്താ അദ്ദേഹം ഒരുപാട് സിനിമയിൽ ഇങ്ങനെ ചവറ് പടങ്ങളൊന്നും എടുക്കാതെ അദ്ദേഹത്തിൻ്റേത് സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത് ഇപ്പം ക്രിഷ് 4 3 അതൊക്കെ വരാൻ പോകുന്ന പറഞ്ഞ് കേട്ട് എന്തായാലും ഇത് ഇച്ചിരി ഇന്ത്യക്കാർ അത്യാവശ്യം കാണേണ്ട ഒരു പടമാണ് കാരണം ഇതൊരു നടന്ന സംഭവത്തിൻ്റെ ഒരു സിനിമ വെർഷനാണ്
നമ്മുടെ പുൽവാമ അറ്റാക്കിൻ്റെ യഥാർത്ഥ കാരണങ്ങളും അന്ന് സംഭവിച്ചതും അതൊക്കെയാണ് ചിത്രത്തിൻ്റെ കഥയും കാര്യങ്ങളും ഒക്കെ. അതിലൊരു സിനിമ നമുക്ക് എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുക എന്നാണ് തോന്നുന്നത്. കാരണം സംഭവിച്ച കഥയെ ആസ്പദമാക്കിയുള്ളതാണ്. പുൽവാമ ആക്രമണം തന്നെയാണ് അതിൻ്റെ അറ്റാക്കിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷൻ. പുൽവാമ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന എന്തൊക്കെയാണ് സംഭവങ്ങൾ, ആ കാര്യങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. ഇതൊരു കറക്റ്റ് സംഭവിച്ച പോലെ തന്നെ അങ്ങനത്തെ ഒരു ഡോക്യുമെൻ്ററി പോലൊന്നുമല്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പടത്തിൻ്റെ അവസ്ഥ അറിയില്ല. ഇത് നമ്മുടെ പത്താനൊക്കെ കണ്ടില്ല, ആ ഒരു ക്വാളിറ്റിയിൽ മേക്കിങ്ങിൽ ആ രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് വിഷ്വൽസ്, അതിൻ്റെ കുറച്ച് സിനിമാറ്റിക് അല്ലെങ്കിൽ സിനിമ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതൊരു 90% നടന്നതും ബാക്കി 10% നിങ്ങൾക്ക് ആൾക്കാരെ ഒന്ന് ഇതാക്കാനായിട്ട് എടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു പടമാണ്. എന്തായാലും ഇത് ഹിറ്റാവുകയാണെങ്കിൽ നല്ല പൊളപ്പൻ സാധനമായിട്ട് ഹിറ്റാവുന്നൊരു സിനിമയായിരിക്കും. കാരണം അതുപോലാണ് ഈ ചിത്രം നമുക്ക് ഈ പ്രേക്ഷകരെ സ്വീകരിക്കാൻ പോകുന്നത്. എയർഫോഴ്സ് സീനും കാര്യങ്ങളും അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അധികം നമ്മൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് കുറച്ച് പടത്തിനെ അതിനെ ബാധിക്കും. അതിനെ ബാധിക്കാതെ നമുക്ക് കറക്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുവാണെങ്കിൽ ഈ സിനിമ വളരെ ഹിറ്റാവാൻ ചാൻസ് കൂടുതലാണ്. മിക്ക സിനിമകളും നോക്കിയാൽ മതി, നമ്മൾ എയർഫോഴ്സ് പരമായിട്ട് എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ട് പൊളിയാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതൊരു വൃത്തിയായിട്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു സംവിധാനമാണ് സിദ്ധാർത്ഥ് ആനന്ദ്. അതുകൊണ്ട് തന്നെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നല്ല അസലായിട്ട് ചെയ്യും. പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിരിക്കും. നമ്മുടെ നടന്ന സംഭവമായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് മൊത്തം, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം കൂടുതൽ ഈ സിനിമ അംഗീകരിച്ചില്ലെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ അത് ഭയങ്കര രീതിയിൽ കൊണ്ടാടാനും ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ അറിയാലോ ഒരു ഇങ്ങനത്തെ ഒരു പടം വരുന്നത്, സംഭവിച്ച പടങ്ങൾ വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഒക്കെ വന്ന് അങ്ങനെ ഒരു പൊളിറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. എന്തായാലും ജനുവരി 25-നാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. കൂടെ നമ്മുടെ മലൈക്കോട്ട വലുബനാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ എന്തായാലും മിക്ക ഒരു 90% മലൈക്കോട്ട വലുബനായിരിക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് കാണാൻ പോകുന്നത്. ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും 25-ന് ചിത്രം ഇറങ്ങുവാണ്. ഗംഭീരമായിട്ട് 2 പടവും, മലൈക്കോട്ട വലുബനും ഈ ചിത്രവും ഗംഭീരമായിട്ട് നമുക്ക് ആശംസിക്കാം. ഓക്കെ.